കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ തൃശൂരിൽ പുരോഗമിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സംസ്ഥാന കൺവെൻഷൻ കേരള സംഗീത നാടക അക്കാദമിയിൽ മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ രമേശൻ പലേരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോപ്പറേറ്റീവ് സെക്ടറിലൊരു പ്രസ്ഥാനം വിജയിപ്പിച്ച ആളെന്ന രീതിയിലാണ് അദ്ദേഹത്തെ നമ്മളിത് ക്ഷണിക്കാനിടയാക്കിയത്. ഞങ്ങൾ പ്രസിഡന്റ് സൂചിപ്പിച്ച രീതിയിൽ കേരളത്തിൽ 5000-ഓളം വരുന്ന കേബിൾ ടി ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടോളമായി കേരള സംസ്ഥാനത്ത് ഡിജിറ്റൽ കേബിൾ ടി വിയിലും പിന്നീട് ബ്രോഡ്ബാൻഡിലും ഇപ്പോൾ ഒന്നാമതായി നിൽക്കുന്ന ഒരു വലിയ കമ്പനിയാണ് കേരള വിഷൻ ബ്രാൻഡിലാണ് ഈ ബിസിനസ് ഞങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. തീർച്ചയായും എല്ലാ കാലത്തും ഈ ബിസിനസ് 90കളിൽ ആരംഭിച്ചപ്പോൾ ഇന്നേ വരെയുള്ള 3 പതിറ്റാണ്ടിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതു കാലത്തും ചെറുകിട സംരംഭകരായ കേബിൾ ടി ഓപ്പറേറ്റർമാരെ കുത്തകകളായ അല്ലെ വലിയ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിരോധവും അധിനിവേശ പ്രവണതയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ സാമൂഹിക രംഗത്ത് അല്ലെങ്കിൽ ജനകീയമായ പിന്തുണ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള കാലഘട്ടത്തിലും ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ബ്രോഡ്ബാൻഡിലും ഡിജിറ്റൽ ടി വിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ കൺവെൻഷന്റെ ഭാഗമായി വരേണ്ട ഒരു വസ്തുത അല്ലെങ്കിൽ പോലും കഴിഞ്ഞ ശനിയാഴ്ച, അതായത് മിനിയാന്ന് മുതൽ ഇന്ത്യയിലെമ്പാടും കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് ഒരു 70% വരുന്ന കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് പ്രധാനപ്പെട്ട പേ ചാനലുകളായ ഡിസ്നി സ്റ്റാർ ടി വിയുടെ ഭാഗമായ പേ ചാനലുകൾ, അതുപോലെ സോണി എന്റർടൈൻമെന്റ് ചാനലുകൾ, സി ടി വിയുടെ ഭാഗമായ ചാനലുകൾ, ഇതൊക്കെ തന്നെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. 2019 ഫെബ്രുവരിയിലാണ് ഡിജിറ്റൽ കേബിൾ ടി വിയിൽ പുതിയ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി താരിഫ് ഓർഡർ കൊണ്ടുവരികയും കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് അമിതമായ നിരക്ക് പ്രധാനപ്പെട്ട പേ ചാനൽ കമ്പനികൾ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റർമാർ ചുമത്തുന്നതിനെതിരെ അവരെ അത്തരത്തിലുള്ള ഈ ബ്രോഡ്കാസ്റ്റർമാരിൽ നിന്നുള്ള പീഡനം അല്ലെങ്കിൽ അവരെ അധിക നിരക്ക് ചുമത്തുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി അത്തരം അപ്രധാന ചാനലുകൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് മിതമായ നിരക്കിൽ കേബിൾ ടി വി ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ട്രായുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷേ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, അന്ന് കേരളത്തിൽ എല്ലാ പേ ചാനലുകളും അടക്കം ശരാശരി 200 രൂപയ്ക്ക് കേരളത്തിലെ കേരള വിഷൻ ഡിജിറ്റൽ ടി വിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ പേ ചാനലും കൊടുത്തിരുന്നു. പക്ഷേ താരിഫ് ഓർഡർ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ലഭ്യമായ ചാനലുകൾ പ്രേക്ഷകർക്ക് ഏകദേശം 50%